കാലാവസ്ഥാ വ്യതിയാനവും എല്ലിനോ പ്രതിഭാസവും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുമെല്ലാം ചേർന്ന് ലോകത്തെ ഗുരുതരമായ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2027 അവസാനത്തോടെ കുറഞ്ഞത് 4.9 കോടി ആളുകൾ കൂടി കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടിലെ മുന്നറിയിപ്പ്. WFPയുടെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ അനാലിസിസ് സർവീസ് തയ്യാറാക്കിയ പഠനത്തിൽ 45 രാജ്യങ്ങളുടെ സ്ഥിതിഗതികളാണ് വിലയിരുത്തിയിട്ടുള്ളത്. നിലവിൽ 22.5 കോടി പേരാണ് കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുന്നതെന്നും അടുത്ത വർഷത്തോടെ ഇത് 27.4 കോടിയായി ഉയരുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2026 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ എൽ നിനോ ശക്തമായ ഘട്ടത്തിലെത്തുമെന്നാണ് നിഗമനം. ഇതിന്റെ ആഘാതം 2027 കാർഷിക ഉൽപാദനത്തെയും വിളവെടുപ്പിനെയും സാരമായി തന്നെ ബാധിക്കും. വരൾച്ച, അതിതീവ്ര മഴ, വെള്ളപ്പൊക്കം, ഉയർന്ന താപനില എന്നിവ നിരവധി രാജ്യങ്ങളിലെ ഭക്ഷ്യ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും. 2015-16 കാലത്തെ എൽ നിനോ മൂലം 60 ലക്ഷം മുതൽ 1 കോടി പേർ വരെ ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധി നേരിട്ടിരുന്നുവെന്നും ഇത്തവണ അതിലും വലിയ പ്രത്യാഘാതമാണ് പ്രതീക്ഷിക്കുന്നതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അങ്ങനെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനാശവും ഭക്ഷ്യവസ്തുക്കളുടെ വിലവർധനയുമൊക്കെ ദുർബല വിഭാഗങ്ങളുടെ ഭക്ഷ്യലഭ്യതയെ കാര്യമായി തന്നെ ബാധിക്കും. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഏറ്റവും വലിയ തിരിച്ചടി നേരിടുമെന്നാണ് വിലയിരുത്തൽ. ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നവരുടെ എണ്ണത്തിൽ മധ്യ അമേരിക്കയിൽ 83%, തെക്കൻ ആഫ്രിക്കയിൽ ഏകദേശം 75% വർധന ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 1982 ശേഷമുള്ള ഏറ്റവും ഉയർന്ന സമുദ്രോപരിതല താപനിലയാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ 1950 ശേഷമുള്ള ഏറ്റവും ശക്തമായ എൽ നിനോയായി ഇത് മാറാനും സാധ്യതയുണ്ട്. അതിതീവ്ര മഴയും കടുത്ത വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന സാഹചര്യം ഭക്ഷ്യ ഉൽപാദനത്തെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.